ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് വളരെ എളുപ്പത്തിൽ നമുക്ക് റെഡിയാക്കാനായിട്ട് പറ്റിയ അടിപൊളിയായിട്ടുള്ള നല്ലൊരു ഡ്രിങ്കാണ് കേട്ടോ. ഇത് തയ്യാറാക്കാനായിട്ട് നല്ല എളുപ്പമാണ്, കുടിക്കാനും നല്ല ടേസ്റ്റ് തന്നെയാണ്, ഒത്തിരി സമയമൊന്നും വേണ്ട. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈസി ആയിട്ടുള്ള ഈ ഒരു ഡ്രിങ്ക് റെഡിയാക്കുന്നതെന്ന് നോക്കാം. ഇതിനായിട്ട് ആദ്യം നമുക്ക് എടുക്കേണ്ടത് കസ്കസാണ്. ഞാൻ 1 ടേബിൾ സ്പൂൺ കസ്കസാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇനി ഇത് നല്ലപോലെ ഒന്ന് കഴുകിയെടുക്കാം. ഞാൻ ഈ കസ്കസൊക്കെ നല്ലപോലെ ഒന്ന് കഴുകിയെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതിലേക്ക് 1/4 കപ്പ് വെള്ളം കൂടെ ഒഴിച്ച് വെച്ചിട്ടുള്ളതാണ്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1/2 ടീസ്പൂൺ പഞ്ചസാരയാണ്. പഞ്ചസാരയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സാക്കി കൊടുക്കാം. നമ്മളിങ്ങനെ പഞ്ചസാരയൊക്കെ ചേർത്ത് കൊടുക്കണം കൊണ്ട് നമ്മുടെ ഈ ഒരു കസ്കസിനും ചെറിയൊരു മധുരം ഉണ്ടാവും. അപ്പോൾ നമ്മുടെ ഈ ഒരു ഡ്രിങ്ക് കുടിക്കണ സമയത്ത് ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെ ഉണ്ടാവും കേട്ടോ. ഇത് നല്ലപോലെ മിക്സായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിവിടെ ഒന്ന് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് നമ്മുടെ ഈ ഒരു ഡ്രിങ്ക് റെഡിയാക്കാനായിട്ടൊരു ബൗളിലേക്ക് 1 കപ്പ് പാലാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കണത്. ഇത് നല്ലോണം തണുപ്പിച്ചെടുത്തിട്ടുള്ള പാലാണ്. നമുക്ക് പാക്കറ്റിലൊക്കെ കിട്ടണ പാലല്ലേ, അതെല്ലാം തന്നെ പാസ്ചറൈസ്ഡ് മിൽക്കായിരിക്കും. നമുക്കത് ഡയറക്റ്റ് തന്നെ ഉപയോഗിക്കാനായിട്ട് പറ്റും. ഇപ്പോൾ നിങ്ങൾ എടുക്കണത് വീടുകളിൽ നിന്നൊക്കെ വാങ്ങിക്കണ പാലാണെങ്കിൽ അത് നന്നായിട്ട് തിളപ്പിച്ച ശേഷം മാത്രം വേണം കേട്ടോ തണുപ്പിച്ചെടുക്കാനായിട്ട്. ഇനി ഈ പാലിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പഞ്ചസാരയാണ് കേട്ടോ. ഞാൻ 1/4 കപ്പ് പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. പഞ്ചസാരയൊക്കെ എടുക്കുമ്പോൾ നമ്മുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് കൂടുതലോ കുറവോ ഒക്കെ ചേർക്കാം. ഇനി ഈ പഞ്ചസാരയും പാലും കൂടെ നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കണുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഡ്രിങ്കാണ് കേട്ടോ. തയ്യാറാക്കാനും നല്ല എളുപ്പമാണ്. നമ്മുടെ ചാനലിൽ കുറേ നല്ല ഡ്രിങ്ക്സിൻ്റെയൊക്കെ റെസിപ്പീസൊക്കെ ഉണ്ട്. കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കണ്ടു നോക്കണേ. അതുപോലെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ. ഇനി നമ്മുടെ ഈ ഒരു ഡ്രിങ്കിന് നല്ലൊരു ഫ്ലേവർ കിട്ടാനായിട്ട് ഇതിലേക്ക് ചേർക്കണത് പിസ്ത മിക്സ് ആണ്. ഇങ്ങനെ പിസ്ത മിക്സൊക്കെ വീട്ടിൽ വാങ്ങി വയ്ക്കുവാണെങ്കിൽ കുറേ നാളത്തേക്ക് തന്നെ ഇതുണ്ടാവും. ഞാൻ 4 ഡ്രോപ്സാണ് കേട്ടോ ഇത് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. നല്ല ഫ്ലേവർ വേണമെന്നുണ്ടെങ്കിൽ 1-2 ഡ്രോപ്സൊക്കെ കൂടുതൽ ഒഴിച്ചാൽ മതിയാകും. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നല്ലോണം കട്ടയാക്കി എടുത്തിട്ടുള്ള 1 കപ്പ് പാലാണ്. ഇത്രയും തണുപ്പ് വേണ്ടാന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് തണുപ്പിച്ചെടുത്താൽ മാത്രം മതി. ഇനി നമ്മുടെ ഈ ഒരു ഡ്രിങ്കിലേക്ക് ചേർക്കണത് കണ്ടോ, ഇതുപോലെ കുഞ്ഞായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ള ഫ്രൂട്ട്സാണ്. ഞാൻ മൊത്തം 1/4 കപ്പ് ഫ്രൂട്ട്സാണ് കേട്ടോ ചേർത്ത് കൊടുക്കണത്. നമ്മളിങ്ങനെ ഫ്രൂട്ട്സൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ ഈ ഒരളവിൽ തന്നെ ചേർക്കണം എന്നില്ല, കുറച്ച് കൂടുതലായിട്ട് എടുത്താലും കുഴപ്പമൊന്നുമില്ല. ഞാൻ കുറച്ച് മുന്തിരി, ആപ്പിള്, സപ്പോട്ട, പഴം ഇത്രയും ഫ്രൂട്ട്സാണ് ചേർത്തിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മൾ ഫ്രൂട്ട്സ് എടുക്കുമ്പോഴും ഇത് തന്നെ വേണമെന്നൊന്നുമില്ല. മാതളോ മാങ്ങാപ്പഴമോ അങ്ങനെ നമ്മുടെ കയ്യിലുള്ള ഫ്രൂട്ട്സൊക്കെ നമുക്ക് ചേർക്കാവുന്നതേ ഉള്ളൂ. ഇപ്പോൾ ഇതെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് മിക്സാക്കി കൊടുത്തിട്ടുണ്ട്. ഇത്രേ ഉള്ളൂ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ഈ ഒരു ഡ്രിങ്ക്. ഇനി ഇത് സർവിങ് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നതിന് മുന്നായിട്ട് നമ്മൾ നേരത്തെ കുതിരാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന കസ്കസില്ലേ, അതുകൂടെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ ഈ ഒരു ഗ്ലാസ്സിലേക്ക് നമ്മുടെ ഈ ഒരു ഡ്രിങ്കും കൂടെ ഒഴിച്ചു കൊടുക്കാം. നല്ല തണുപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഈ സമയം കുറച്ച് ഐസ് ക്യൂബ്സ് ഇട്ടാലും കുഴപ്പമൊന്നുമില്ല. ഞാനിനി ഇതിലേക്ക് ചേർക്കണത് ചെറിയൊരു പീസ് ക്യാരറ്റ് നല്ലപോലെ ഒന്ന് വേവിച്ച ശേഷം മിക്സിയിൽ അടിച്ചെടുത്തു. അതിനുശേഷം കണ്ടോ, ഇതുപോലത്തെ മോൾഡിൽ ഒഴിച്ചിട്ട് ഐസാക്കി എടുത്തിട്ടുള്ളതാണ്. ഇതാണ് നമ്മുടെ ഈ ഒരു ഡ്രിങ്കിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ക്യാരറ്റ് അല്ലേ, കാണാനും കഴിക്കാനും നല്ലത് തന്നെയല്ലേ. ഇങ്ങനെ ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. പിസ്ത ഫ്ലേവറൊക്കെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും നമ്മുടെ ഈ ഒരു ഡ്രിങ്കും ഒത്തിരി ഇഷ്ടമാകും. ഇഷ്ടമായിക്കഴിഞ്ഞാൽ ഒരു തവണയിലും ഇങ്ങനെയൊന്ന് തയ്യാറാക്കി നോക്കണേ. എന്നിട്ട് അഭിപ്രായം പറയാനും മറക്കല്ലേ കേട്ടോ. താങ്ക്